വീട്ടുജോലി ചെയ്ത് തറവാട്ടിലെ പഴകിയ അടുക്കള ശീലങ്ങളോട് ഒത്തുപോകാൻ സാധിക്കാതെ നായിക ഭർത്താവിന്റെയും അമ്മായിയപ്പന്റെയും മേൽ അടുക്കളയിലെ സിങ്ക് വെള്ളം ഒഴിക്കുകയും തന്റെ സ്വാതന്ത്ര്യത്തിനും അന്തസ്സിനും വേണ്ടി കുടുംബത്തെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു സ്വതന്ത്ര നൃത്ത അധ്യാപികയായി നായിക സ്വന്തം കാറിൽ സ്കൂളിലേക്ക് എത്തുന്നതും മുൻ ഭർത്താവ് വീണ്ടും വിവാഹിതനാകുന്നതും രണ്ടാമത്തെ ഭാര്യ മുൻ ഭർത്താവിന്റെ വിധി നേരിടുന്നതും കാണിക്കുന്ന രംഗത്തോടെയാണ് ഒരു ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമ അവസാനിക്കുന്നത്. ഇനി വർഷങ്ങൾക്ക് ശേഷം സിനിമയ്ക്കപ്പുറം ഇവരുടെയൊക്കെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. 25 വർഷം മുൻപോട്ട് പോയിരിക്കുന്നു. നായിക ഇപ്പോൾ നാട്ടിലെ അറിയപ്പെടുന്നൊരു നൃത്ത അധ്യാപികയാണ്. അവളുടെ 2ാം വിവാഹം കഴിഞ്ഞിരിക്കുന്നു. അഭിജിത്ത് എന്നാണ് അയാളുടെ പേര്. പണ്ട് നായിക ജോലി ചെയ്തിരുന്ന സ്കൂളിലേക്ക് പുതിയതായി വന്ന അധ്യാപകനായിരുന്നു അയാൾ. ഭർത്താവിൽ നിന്ന് വേർപെട്ട് ജീവിക്കുന്ന അവളുടെ ജീവിതകഥ മൊത്തം അറിഞ്ഞ അയാൾ അന്ന് അവൾക്ക് നേരെ ഒരു മാരേജ് പ്രപ്പോസൽ നടത്തുമ്പോൾ ഒരൊറ്റ കാര്യം മാത്രമാണ് പറഞ്ഞത്: താൻ ഒരിക്കലും അവളുടെ അടുത്തൊരു ജെൻഡർ വിവേചനം കാണിക്കില്ലെന്ന്. അയാൾ പറഞ്ഞത് പൂർണ്ണമായും ശരിയായിരുന്നു. വിവാഹശേഷം അയാൾ ഒരിക്കൽ പോലും അവളോട് അത്തരമൊരു വിവേചനം കാണിച്ചിട്ടില്ല. മാത്രമല്ല, വീടിന്റെയും സാമ്പത്തികത്തിന്റെയും അടുക്കളയുടെയും എല്ലാം ഉത്തരവാദിത്വം ഇരുവരും ഒന്നിച്ചെടുത്തു. അതോടൊപ്പം ആർത്തവത്തിന്റെ പേരിൽ അയാൾ അവളെ ഒരിക്കലും അകറ്റി നിർത്തിയില്ല. അങ്ങനെ ഇരുവരും തമ്മിൽ നല്ലൊരു ദാമ്പത്യം സംഭവിച്ചു. അതിനിടയിൽ അവർക്കൊരു കുഞ്ഞു പിറന്നു. അതൊരു പെൺകുഞ്ഞായിരുന്നു. അവൾക്കവർ ഇഷ എന്ന പേര് നൽകി. ഇന്ന് ഇഷ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്. അവൾ എല്ലാവിധ സ്വാതന്ത്ര്യവും അനുഭവിച്ചു വളരുന്ന കൃത്യമായ പൗരബോധമുള്ള ഒരു മിടുക്കി പെൺകുട്ടിയാണ്. ഒരിക്കലൊരു ഡേറ്റിംഗ് ആപ്പ് വഴിയാണ് കാശിനാഥ് എന്ന പയ്യനെ അവൾ പരിചയപ്പെടുന്നത്. ആദ്യ പരിചയത്തിൽ തന്നെ അവർ തമ്മിൽ വളരെയധികം അടുത്തു. അങ്ങനെ കാശിനാഥുമായി കൂടിക്കാഴ്ചയ്ക്ക് പോയ ഇഷയ്ക്ക് അയാളുടെ പെരുമാറ്റം വളരെയധികം ഇഷ്ടമായി. തന്നെ പോലെ തന്നെ വളരെയധികം പുരോഗമനപരമായി ഇടപഴകുന്ന കാശിയെ അവൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെയാണ് ഇരുവരും തമ്മിലുള്ള സൗഹൃദം കൂടുതൽ അടുക്കുന്നത്. സത്യത്തിൽ ഇഷയ്ക്ക് കാശി നല്ലൊരു ഫ്രണ്ടായി മാറുന്നത് വളരെ എളുപ്പത്തിലാണ്. പക്ഷേ കാശി തന്നെ പറ്റി കാര്യമായൊന്നും ഇഷയോട് പറയാറില്ല. അവർക്കിടയിലെ സംസാര വിഷയങ്ങളെല്ലാം തന്നെ പൊതു കാര്യങ്ങളാണ്. ഒരു ദിവസം ഇഷ കാശിയെ തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. വളരെയധികം സന്തോഷത്തോടെയാണ് ആ ക്ഷണം കാശി ഏറ്റെടുക്കുന്നത്. അങ്ങനെ ഇഷയുടെ വീട്ടിൽ പോകുന്ന കാശി അവിടെ വെച്ച് ഇഷയുടെ അമ്മയെ കണ്ടു ഞെട്ടുന്നു. കാരണം തന്റെ അച്ഛന്റെ മുൻ ഭാര്യയായിരുന്ന ആ സ്ത്രീയെ കാശിക്ക് മുൻപേ തന്നെ അറിയാം. അച്ഛന്റെ പഴയ കല്യാണ ആൽബത്തിൽ ആ സ്ത്രീയുടെ ഫോട്ടോ കാശി ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ സ്ത്രീയെ കണ്ട കാശി വളരെയധികം ബഹുമാനത്തോടെയാണ് ആ സ്ത്രീയോട് ചോദിക്കുന്നത്: ഞാനൊന്ന് ഹഗ് ചെയ്തോട്ടെ എന്ന്. അത് കേട്ട് അന്താളിച്ചു നിൽക്കുന്ന ആ സ്ത്രീയെ വളരെ സ്നേഹത്തോടു കൂടി തന്നെ കാശി ഹഗ് ചെയ്യുകയും ഉണ്ടായി. അങ്ങനെ താൻ ആരാണെന്ന സത്യം കാശി അവരോട് പറഞ്ഞു. കാശി മറ്റാരുമല്ലായിരുന്നു, ഇഷയുടെ അമ്മയുടെ മുൻ ഭർത്താവിന്റെ മകനാണ്. കാശി തന്റെ മുൻ ഭർത്താവിന്റെ മകനാണെന്ന് അറിയുന്ന ഇഷയുടെ അമ്മയ്ക്ക് പക്ഷേ അവനോടൊരു നീരസവും തോന്നിയില്ല. കാരണം അവനും അവന്റെ അമ്മയും ഇപ്പോൾ ജീവിക്കുന്നത് അയാളോടൊപ്പമല്ല എന്നത് തന്നെ. കാശി പറഞ്ഞപ്പോഴാണ് ഇഷയുടെ അമ്മ അതെല്ലാം അറിയുന്നത്. സത്യത്തിൽ ഇഷയുടെ അമ്മ അന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നതിൽ പിന്നെ ആ വീട്ടിലേക്ക് കയറി വന്ന കാശിയുടെ അമ്മ ആ വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു അത്രേ. പക്ഷേ ഇഷയുടെ അമ്മയുടെ അത്ര എളുപ്പത്തിൽ ആ സ്ത്രീക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ കഴിഞ്ഞില്ല. കാരണം അവർ അപ്പോഴേക്കും കാശിയെ ഗർഭം ധരിച്ചിരുന്നു. അതിനാൽ ആ വീടിനകത്തെ വീട്ടുജോലി ചെയ്ത് തറവാട്ടിലെ പഴകിയ അടുക്കള ശീലങ്ങളോട് ഒത്തുപോകാൻ മാത്രമാണ് അവർക്ക് യോഗമുണ്ടായിരുന്നത്. പക്ഷേ കാശി മിടുക്കനായിരുന്നു. ചെറുപ്പം മുതൽ തന്റെ അമ്മയുടെ കഷ്ടപ്പാടും അച്ഛന്റെ ഭരണവും കണ്ടു മടുത്ത അവൻ തികഞ്ഞൊരു പുരോഗമനവാദിയായി തീർന്നു. തനിക്ക് 18 വയസ്സ് തികഞ്ഞ അവൻ ആദ്യം തന്നെ ചെയ്തത് ആ വീട്ടിൽ അത്രയും നാളും ശ്വാസം മുട്ടി ജീവിച്ച് തന്റെ അമ്മയെ അവിടെ നിന്ന് രക്ഷിക്കുക എന്നതായിരുന്നു. അച്ഛന്റെ സ്വഭാവത്തിൽ മാറ്റം വരില്ല എന്നറിഞ്ഞ അവൻ അമ്മയെയും കൊണ്ട് പുതിയൊരു വാടക വീട്ടിലേക്ക് മാറി. അവിടെ അമ്മയ്ക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ പൂർണ്ണമായും സ്വാതന്ത്ര്യം നൽകി. അടുക്കളയിലും അനാചാരത്തിലും ഒന്നും തന്നെ ആ അമ്മയെ തളച്ചിട്ടില്ല. അങ്ങനെ പാർട്ട് ടൈം ജോബും പഠനവും ഒക്കെയായി അമ്മയെ നോക്കുന്ന ആ മകന്റെ ജീവിതം കുറെ കൂടി സമാധാനമുള്ളതായി. ഇതിനിടയിൽ അച്ഛൻ അമ്മയെയും അവനെയും ആ വീട്ടിലേക്ക് തിരിച്ചു വിളിച്ചെങ്കിലും അവർ ആ വീട്ടിലേക്ക് പോയില്ല എന്നും മാത്രമല്ല, അച്ഛനും അമ്മയും തമ്മിൽ നിയമപരമായി തന്നെ വേർപിരിയുകയും ചെയ്തു. എല്ലാം കേട്ടപ്പോൾ ഇഷയുടെ അമ്മ ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു: അല്ലെങ്കിലും അതൊരു ജയിലാണ്. നിന്റെ അമ്മ അവിടുന്ന് രക്ഷപ്പെട്ടതിൽ സന്തോഷമെന്ന്.
കഥകളെല്ലാം കേട്ട ഇഷയ്ക്ക് സങ്കടം തോന്നി. ആ വീട്ടിൽ തന്റെ അമ്മയും കാശിയുടെ അമ്മയും ഒക്കെ അനുഭവിച്ച ദുരിതങ്ങൾ ഓർത്ത്. പക്ഷേ അപ്പോഴും അവൾക്ക് അഭിമാനം തോന്നി. തന്റെ അമ്മയും കാശിയുടെ അമ്മയും എല്ലാം ഇത്തരം അസമത്വങ്ങളെയും അനാചാരങ്ങളെയും പിന്തുണച്ചില്ലല്ലോ എന്നോർത്ത് അവൾ സന്തോഷിച്ചു. അങ്ങനെ അന്ന് വീട്ടിൽ ചെന്ന കാശി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിൽ ഇഷയെയും അവളുടെ അമ്മയെയും അവന്റെ അമ്മയെയും ആഡ് ചെയ്തു. ആ കൂട്ടത്തിൽ ഒരാൾ കൂടി ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. അത് അവന്റെ അച്ഛന്റെ അമ്മയായിരുന്നു, അവന്റെ മുത്തശ്ശി. സത്യത്തിൽ ആ ഗ്രൂപ്പിനകത്ത് അവരെ കണ്ട് ഇഷയുടെ അമ്മ ഞെട്ടി. പക്ഷേ ഗ്രൂപ്പിനകത്ത് തനിക്കായി ആ അമ്മയുടെ ഒരു മെസ്സേജ് വന്നപ്പോഴാണ് ഇഷയുടെ അമ്മയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായത്. മെസ്സേജ് ഇങ്ങനെയായിരുന്നു: എന്നെ ഈ ഗ്രൂപ്പിൽ കണ്ടിട്ട് മോൾക്ക് അത്ഭുതം തോന്നണം. കാരണം മോൾ അനുഭവിച്ച പല കാര്യങ്ങളിലും എനിക്കും പങ്കുണ്ട്. പക്ഷേ പണ്ട് ഞാൻ ശരിയാണെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും തെറ്റായിരുന്നുവെന്ന് ഇന്നെനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ എൻ്റെ മകനെ വളർത്തിയത് ഒരു നല്ല മനുഷ്യനാക്കാൻ വേണ്ടിയാണ്. പക്ഷെ അവനൊരു നല്ല മനുഷ്യനോ ഭർത്താവോ ഒന്നുമായില്ല. സത്യത്തിൽ അതിന്റെ വില കൊടുത്തത് നിങ്ങളാണ്, മോളും കാശിയുടെ അമ്മയും. ഇന്ന് ഈ പ്രായത്തിൽ എനിക്കൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്. വീട്ടിലെ സമാധാനം അടുക്കളയിലെ നിയമങ്ങളിൽ നിന്നല്ല വരുന്നത്. വീട്ടിലെ സ്ത്രീകൾക്ക് കിട്ടുന്ന ബഹുമാനത്തിൽ നിന്നാണ് അത് വരുന്നതെന്ന്. നിങ്ങളോട് മാപ്പ് ചോദിച്ചാലും അന്ന് അവൻ ചെയ്തതൊന്നും ഇല്ലാതാകുന്നില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ കൊച്ചുമകൻ ഞാൻ ചെയ്ത തെറ്റുകൾ ആവർത്തിച്ചില്ല എന്നത് കാണുമ്പോൾ എനിക്ക് ആശ്വാസമുണ്ട്. നിങ്ങൾ രണ്ടുപേരും ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട സ്ത്രീകളാണ്. ഇന്ന് ആ വീട്ടിൽ ഞാനും എൻ്റെ മകനും മാത്രമുള്ളൂ. അവന്റെ അച്ഛൻ അല്പം വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടു. പിന്നെ അവൻ എൻ്റെ മകനായതുകൊണ്ട് എനിക്ക് അവനെ ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അവന്റെ കൂടെ നിൽക്കുന്നുവെന്നേ ഉള്ളൂ. പക്ഷേ അവിടെ നിന്ന് രക്ഷപ്പെട്ട നിങ്ങളെ കുറിച്ചോർത്താണ് എനിക്ക് അഭിമാനം എന്ന്. സത്യത്തിൽ ഇതെല്ലാം വായിച്ചപ്പോൾ ഇഷയുടെ അമ്മയ്ക്ക് സന്തോഷവും ആ സ്ത്രീയെ കുറിച്ചോർത്ത് അഭിമാനവും തോന്നി. ഇഷയുടെ അമ്മ ആ സന്ദേശം പലതവണ വായിച്ചു. വർഷങ്ങൾക്ക് മുൻപ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ പോലും അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു ആ അമ്മയുടെ ഇത്തരമൊരു പിന്തുണ. അവർ കുറച്ചുനേരം ചിന്തിച്ച ശേഷം ഗ്രൂപ്പിൽ ഇങ്ങനെ മറുപടി എഴുതി: അമ്മേ, എനിക്ക് നിങ്ങളോട് ദേഷ്യമില്ല. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ദേഷ്യവും സങ്കടവും ഒക്കെ കാലം കൊണ്ട് കുറെയൊക്കെ മാറി. അന്ന് ശരിയാണെന്ന് കരുതിയ പല കാര്യങ്ങളും ഇന്ന് തെറ്റാണെന്ന് അമ്മയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. അത് തന്നെ വലിയ കാര്യമാണ്. അതായിരുന്നു ഇഷയുടെ അമ്മ തന്റെ മുൻ ഭർത്താവിന്റെ അമ്മയ്ക്ക് നൽകിയ മറുപടി. അല്പസമയം കഴിഞ്ഞ് കാശിയുടെ അമ്മയാണ് ഗ്രൂപ്പിലേക്ക് മറ്റൊരു മെസ്സേജ് അയച്ചത്: ഞാനും അമ്മയോട് ഒരിക്കലും ദേഷ്യം വെച്ചിട്ടില്ല. പക്ഷെ ഒരു കാര്യം പറയാനുണ്ട്. അന്ന് ഞാൻ അനുഭവിച്ചതെല്ലാം എന്റെ വിധിയാണെന്ന് ഒരുപാട് വർഷം ഞാൻ കരുതി. പക്ഷേ അതൊന്നും എന്റെ വിധിയല്ലായിരുന്നു. അതെല്ലാം ഞാൻ നേരിട്ട അനീതിയായിരുന്നു. അത് മനസ്സിലാക്കാൻ എനിക്ക് എന്റെ പകുതി ജീവിതവും വേണ്ടി വന്നു എന്ന്. അങ്ങനെ ആ സംഭാഷണം അവിടെ അവസാനിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ഇതിനിടയിൽ ഇഷയും കാശിയും തമ്മിൽ കൂടുതൽ അടുത്തു. ആദ്യം നല്ല സുഹൃത്തുക്കളായിരുന്ന അവർ പിന്നീട് പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങി. പക്ഷേ അവർ തങ്ങളുടെ ബന്ധം വീട്ടുകാരിൽ നിന്ന് മറച്ചു വെച്ചില്ല. ഒരു ദിവസം വൈകുന്നേരം കാശിയും ഇഷയും അവരുടെ മാതാപിതാക്കളെ ഒരുമിച്ചിരുത്തി ഞങ്ങൾ വിവാഹം കഴിക്കാൻ ആലോചിക്കുകയാണ് എന്നവർ തുറന്നു പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും മുതിർന്നവരാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ തീരുമാനമാണ് എന്നായിരുന്നു ഇഷയുടെ അമ്മയുടെയും അച്ഛന്റെയും അപ്പോഴത്തെ തീരുമാനം. കാശിയുടെ അമ്മയും അതേ അഭിപ്രായം പറഞ്ഞു. പക്ഷേ അപ്പോഴാണ് കാശിയുടെ അമ്മയുടെ ഭാഗത്ത് നിന്നൊരു ചോദ്യം ഉയർന്നത്: നിന്റെ അച്ഛനോട് ഈ കാര്യം പറയുമോ എന്ന്. കാശി കുറച്ചു നേരം മിണ്ടാതെ നിന്നു. പിന്നെ പറഞ്ഞു: പറയും. കാരണം അദ്ദേഹത്തിനത് അറിയാനുള്ള അവകാശമുണ്ട്, പക്ഷേ തീരുമാനിക്കാനുള്ള അവകാശമില്ല എന്ന്. അങ്ങനെ അടുത്ത ആഴ്ച കാശി തന്റെ അച്ഛനെ കാണാൻ പോയി. വയസ്സായെങ്കിലും അയാളുടെ സ്വഭാവത്തിൽ വലിയ മാറ്റമൊന്നും വന്നിരുന്നില്ല. കാശി വിവാഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യം അയാൾക്ക് സന്തോഷം തോന്നി. പക്ഷെ പെൺകുട്ടിയുടെ പേര് വിവരം കേട്ടപ്പോൾ അയാൾ ഞെട്ടി. അതിനുശേഷം ദേഷ്യം വന്നു. ലോകത്ത് വേറെ പെൺകുട്ടികളൊന്നുമില്ലേ എന്നായിരുന്നു അപ്പോഴത്തെ അയാളുടെ ചോദ്യം. അപ്പോൾ കാശി ശാന്തനായി മറുപടി പറഞ്ഞു: ഉണ്ട്, പക്ഷെ ഞാൻ സ്നേഹിച്ചത് ഇവളെയാണ്, അവരെ ആരെയുമല്ല എന്ന്. അവളുടെ അമ്മ ആരാണെന്ന് നിനക്കറിയാമല്ലോ എന്നാണ് അപ്പോൾ അയാൾ ചോദിച്ചത്. അറിയാമെന്ന് കാശി മറുപടി പറഞ്ഞു. ശേഷം കാശി കുറച്ചു നേരം അയാളെ നോക്കി നിന്നു. എന്നിട്ട് പറഞ്ഞു: അച്ഛാ, നിങ്ങൾ ഇപ്പോഴും മനുഷ്യരെ അളക്കുന്നത് നിങ്ങളുടെ മനസ്സിലെ വിദ്വേഷം കൊണ്ടാണ്, പക്ഷെ ഞാൻ അളക്കുന്നത് അവരുടെ സ്വഭാവം കൊണ്ടാണ് എന്ന്. ആ വാക്കുകൾ കേട്ട അയാൾക്ക് മറുപടി ഉണ്ടായില്ല.
അങ്ങനെ മാസങ്ങൾക്ക് ശേഷം വിവാഹം നടന്നു. വലിയ ആഡംബരമൊന്നുമില്ലായിരുന്നു. 2 കുടുംബങ്ങളും കുറച്ച് സുഹൃത്തുക്കളും മാത്രം. വിവാഹ ചടങ്ങിൽ ഒരു പ്രത്യേക കാര്യമുണ്ടായിരുന്നു. വധുവിന്റെ വശത്തും വരന്റെ വശത്തും വേർതിരിവൊന്നും ഉണ്ടായിരുന്നില്ല. ഭക്ഷണം വിളമ്പിയത് പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ചായിരുന്നു. അടുക്കളയിൽ എല്ലാവരും ഒരുമിച്ച് ജോലി ചെയ്തു. അത് കണ്ടപ്പോൾ മുത്തശ്ശിയുടെ കണ്ണു നിറഞ്ഞു. ഒരു കാലത്ത് സ്വന്തം വീട്ടിൽ അസാധ്യമായിരുന്ന കാഴ്ചയാണ് ഇന്ന് തന്റെ കൊച്ചുമകന്റെ വിവാഹത്തിൽ സാധാരണ കാര്യം പോലെ നടക്കുന്നതെന്ന് അവർ ചിന്തിച്ചു. വർഷങ്ങൾ വീണ്ടും കടന്നുപോയി. ഒരു ദിവസം കാശിയും ഇഷയും അവരുടെ കുഞ്ഞിനെയും കൂട്ടി മുത്തശ്ശിയെ കാണാൻ വന്നു. അപ്പോഴേക്കും മുത്തശ്ശിക്ക് വളരെയധികം പ്രായമായിട്ടുണ്ടായിരുന്നു. കുഞ്ഞ് ഓടിച്ചെന്ന് മുത്തശ്ശിയുടെ മടിയിൽ കയറി. മുത്തശ്ശി, ഒരു കഥ പറയാമോ എന്ന് ചോദിച്ചു. അത് കേട്ട് മുത്തശ്ശി ചിരിച്ചു. പിന്നെ കുഞ്ഞിന്റെ തലയിൽ കൈവച്ച് മുത്തശ്ശി പറഞ്ഞു, ഞാനൊരു പഴയ കഥ പറയാം. ഒരുപാട് ആളുകൾ തെറ്റ് ചെയ്ത ഒരു കഥ, പക്ഷെ ചിലർ ആ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ തീരുമാനിച്ച ഒരു കഥ എന്ന്. അത് കേട്ട് കാശിയും ഇഷയും പരസ്പരം നോക്കി ചിരിച്ചു അഭിമാനത്തോടെ.